ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാവിരാമ രാമ ശ്രീരാമ രാമ 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 ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദേ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാവതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്നു വൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൃകാനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നൻ. വാണിയിടുകനാരഥമെന്നുടെ നാവുതന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ നമസ്തുതേ വാണി മാതാവേ വർണ്ണവിഗ്രഹേ ദേവാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേ നടനം ചെയ്ത് കേണാങ്കനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോദ്ഭവസുമുഖ വാരിജാവാസേ വാലേ ഭാരതീ തന്നെ തിരമാലകടന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേ മംഗളശീലേ. കൃഷ്ണവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നാതബോധനൻ. വിഷ്ണുതന്മായ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നൻ. രാമായണം ചമയ്ക്കയാറ് നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരന്തരി എപ്പോഴും വർണ്ണിക്കുന്നൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനാനുമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സിൽ വാണിടുവാൻ വർണ്ണിക്കുന്നൻ. പാരിജോധവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജാശരാരാധി പ്രാണനാദയം മമ വാരിജ മകളായ ദേവിയും തുണക്കേണം. കാരണബോധന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജാലീന സഞ്ജയം മമ ചേതോ കർമ്മണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരബോധന്മാരായി കാണായതൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശവാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ പാദജനജ്ഞാനിനാമാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായ മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നൻ. വേദാന്താദി വിദ്യ
ചിന്തകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹരീവതി തതനോ സ്വഭാവതി ഭരതം പിതൃവതി നിശ്രീജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രാപതി പുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമത ഭൂമപതി ഭൂതപതി ശ്രുതിവാക്യാത്മാദിന പതികേടാനം പതി ജഗതി ചരാചരാജാതികളായുള്ളൂരും അവധിയായോരടി എന്നനുഗ്രഹിക്കേണ. അകമേ സുഖമേ ഞാൻ അനിശം വർണ്ണിക്കുന്നൻ. അഗ്രജന്മമ സദാംഭൂഷമഗ്രേ വിദുഷമഗ്രേസരൻ മൽഗുരുനാഥനെ ഗാന്ധേവാസികളോടും ഉൾക്കുരുന്നെങ്കിൽ വാഴ്കാരാമാനാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും. ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതോ ഭൂമി തന്നിൽ. രാമനാമത്തെ ജയിച്ചോരോ കാട്ടാളൻ മന്നം മാമുനി പ്രവരനായി വന്നതോ കണ്ടുനാഥ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീമദാരാമായണം ചമയ്ക്കുന്നരു ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതെന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടും നാവിന്മേലേവം ജോവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവൻ ക്ഷമിച്ചിടുവൻ കൃപയാലേ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമീ തദ്ധ്യാത്മരാമായണം മുക്തിശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കൂ മസക്തി ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവൻ ചൊല്ലിടുവാനത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ഭക്തരാകിലൂടൻ മുക്തരായി വന്നുകൂടും. രാത്രിവാരത്തെ തീർപ്പാം ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ച് ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുർഗാബ്ദി മധ്യേ ഭൂതി സപ്തമനായിടുന്ന മെത്തമേ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. രാത്രി മണ്ഡലം തന്നെ മാർത്താണ്ഡകുലത്തിങ്കൽ രാത്രീന്ദ്രവീരൻ ദശരഥനോദനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. കൈലാസജലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം പാലലോചനം മുനി സിദ്ധദേവാദിസേവ്യം നിരലോഹിതം നിജാവർത്താരം വിശ്വേശ്വരം വന്നിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര
ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തു എന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവദത്തമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സംഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളോ എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിയിലേറ്റവും ഉണ്ടായി വന്നു. മോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂല അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനിതൻ പാത്രമെങ്കിൽ. കാരുണ്യാംബുദേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു തൊഴുവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടിവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദിത്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. തന്നെ വല്ലഭേഗിരി കന്യേ പാർവതി ഭദ്രേ നിന്നോടമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിയിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമറികയിലാഗ്രഹമുണ്ടായതും ഭക്ത്യാതിശയം പുരുഷോത്തമൻ തൻകലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാമൃതം വർണ്ണിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനനന്ദനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുർഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. അദ്വയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ മനുഷ്യനെന്നു കൽപ്പിച്ചിടോ രാജ്ഞാനികൾ മാനസം മായ തപസ്സംഹൃതമാകമൂലം. രാഘവമരുസൂനുമാം വാദം മോക്ഷ സാധനം ചൊൽവാൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജാവിലോചനൻ പരമാനന്ദമൂർത്തി
ദേവകണ്ഠകനായ ഭക്തികണ്ഠനെ കൊന്നു. ദേവിയോ മനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യവുക്കഭിഷേകവും ചെയ്തു. സത്തമാത്രാത്മാ സകലേശനവ്യന്നാഥൻ മിത്രപുത്രാദികളും മിത്രവർഗത്താലുമ ചിത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജസുതനാം ആത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ടാദികളാലും സേവനായ സൂര്യകോടി തുല്യ തേജസ ജഗച്ചാരവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മല മണിരസ കാഞ്ചന സിംഹാസനെ തന്മയാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിടുന്ന നേരം പരമാനന്ദ മൂർത്തി തിരുമുമ്പിലം മാറുഭക്ത്യ വന്നിച്ചു നിൽക്കുന്നോരോ ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരു ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി മിന്നിലുമെന്നിലുമുണ്ടല്ല നേരമോമിവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലനാത്മാജ്ഞാനത്തിനവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കന്മഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമിപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടൂ. ശ്രീരാമദേവനേവ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൽ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതും സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. എന്നുടേ തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലം പ്രകൃതിയായതിടൂ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തത്സാന്നിധ്യം കൊണ്ടെന്ന സൃഷ്ടമാമവയെല്ലാം
തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമേഷഭോഗികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം. ക്രുദ്ധയായെടുത്തൊരു ദുഷ്ടയാൻ താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരും സിദ്ധാശ്രമം. ബദ്ധമോദേന പൊക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായൊരകല്യ ശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹി ചാതരപൂർവം മിഥിലാപുരമകം പൂക്കു. മുപ്പുര വരിയുടെ ജാവവും മുറിച്ചൂടൻ മത്പ്രാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾപ്പൂക്കു തടുത്തോരോ ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോഴയോധ്യയും പൂക്കു. 12 സംവത്സരമിരുന്നു സുഖത്തോടെ സാധനവും അഭിഷേകത്തിന് ആരംഭിച്ചാനതു. മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവായ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിക്കാലം താതൻ വൃത്രാരിപുരം ബുക്ക. വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു തവക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. തണ്ണകാരണ്യം ബുക്കകാലത്തു വിരാതനെ ഖണ്ഡിച്ചുകുമ്പോൾ ഭവനാം അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു തണ്ണമെന്നിയ രക്ഷോവംശത്തെ ഒടുക്കുവാൻ. ദുഃഖിതു പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കര ശരവരവശയ വന്നാളല്ലോ. രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണനവളുടെ നാസിക ഛേദം ചെയ്തു. ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും. കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ രാവണനോട് ചൊന്നാൾ, മായയാ പൊന്മാനായി വന്ന മാരീരൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കവന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തു ശബരി തന്നെ കണ്ടു. മോക്ഷദാനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം. എത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പുതെന്നന്യോന്യം സഖ്യം ചെയ്തു പുത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണാചരതിയ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്ര മാതൃവർത്തിനാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാൻ ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകന്തങ്ങൾ മറിഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനായെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു. പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകാടോടു മനുവാദം കൊണ്ടയോധ്യം. രാജ
രാജ്യത്തിനഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാവെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗതവി രാമനവ്യനേകനാത്മകനാത്മാ രാമാനദ്വയൻ പരൻ നിഷ്കളൻ ഇതിൽ ഭൃംഗ രാമാൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ജനിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോ നയന നിറഞ്ഞൊരു നിർവ്യതനൊരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും. നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മഹാമയൻ തന്നെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നതോ താനെന്നോ തോന്നിക്കുന്നു. തന്മയാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാഥനോടിങ്ങനെ സീതാദേവി കഞ്ഞലോചനാദത്തമുപദേശിച്ച ശേഷം അന്യസാരാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാസ പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം അരിതിൽ കാണുന്നതോ ജീവാത്മാവറിയടോ. തേജോരൂപിണിയാകുമെന്നുടെ മായതൻകൾ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കവിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്ത. മൽഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രാർത്ഥങ്ങൾ തോറും സ്വൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാ മമ ഹൃദയൻ രഹസ്യമി ഒരു നാളും മൽഭക്തിഹീനന്മാരായി മേ വീടും. നരന്മാരോടോ പറഞ്ഞറിയിക്കരുതടോ പരമോപദേശമില്ലിതിന്മീതേ ഒന്നും. ശ്രീ മഹാദേവിയോടരുൾ ചെയ്തു. രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാത് ശ്രീരാമഭോക്തം വായുപുത്രനായി കൊണ്ടു മോക്ഷദം പാപകരം ഹൃദ്യമാനന്നോദയം. സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാ ഹനുമാനോടുപദേശിച്ചതെല്ലാം. ഭക്തിപൂർണനാരദം പ്രാപിച്ചിടുന്ന പുമാൻ മുക്തനാവരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും അർജിച്ചുള്ളവർ എന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ. മർക്കടപ്രവരനോടെന്നതോ സത്യമല്ലോ. ജാതി നിന്നിതൻ പരസ്ത്രീധനകാരി ഭാവി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത.
യോഗി വൃന്ദാപകാരി സുവർണസ്ഥേ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുക ദേവകളാൽ ആമോദപൂർവം പൂജ്യനായവരുമത്രേ ലാമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരായി പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവനരുൾ ചെയ്തതു കേട്ടു ചിങ്ങേടും ഭക്തിപൂർവം അരുൾ ചെയ്തിരു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാദയാനിരേ പന്നകാവിഭൂഷണ ഞാനനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോ സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമദത്ത പ്രഥമാൻ രസായനം തന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാത് ശ്രീനാരായണൻ തന്മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർ കർത്തവവും ഉണ്ടായി വരാ. കിമൃണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വര നീശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ വരൻ. ഇന്നലെ രാത്രി കേട്ടുകൊള്ളുകന്നരുൾ ചെയ്തു. വേദാവം ശതകോടി ഗ്രന്ഥവിസ്താരം പുരാ ദേവ സംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്താർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കു ഉപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്ന പേരതിന്നിതാ മധ്യായനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമേതെങ്കിലോ കേട്ടാലും നീ. ശിവൻ കഥ ആഖ്യാനം ചെയ്യും. ഭക്തിഗന്ധര മുഖരാക്ഷസ വീരന്മാരാൽ സന്തതം വാരേണ സന്തപ്തമാം ഭൂമിദേവി ഭൂരൂപം പൂണ്ടു ദേവതാവസാഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദന പൂണ്ടു വിധാതാവിനോടറിയിച്ച ഏതാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു. വേദനം ചെയ്യുക എന്നെ മറ്റൊരു കഴിവില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോ ആരൂഢേതം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനി ആരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. അവനായോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നേടിനാൻ വഴിപോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാർ
ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ ബുദ്ധന്മാരായുള്ളോരോ സിദ്ധയോഗികളാലും ദുർദശമായ ഭവരൂപം ദുർദശമായ ഭഗവൽ രൂപം മനോഹരം ചന്ദ്രികാമന്ന സ്മിത സുന്ദരാനന്ദ പൂർണ്ണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമേ മിന്നിര മനോഹര മന്ദിര അക്ഷസ്ഥലം വന്യമാനന്ദോദയം വത്സലാഞ്ജന വത്സം പാദപങ്കജഭക്ത വത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരുസന്നിഭ കിരീടോജ്ജൽ കുണ്ടലമുക്ത കാരകേയുരകാംഗത ഘടക കടിസൂത്ര വലയാങ്കുലീയ വാദ്യാഖില വിഭൂഷണ ഹരിത കളേവരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഗവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളെ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തെ ഭഗവാൻ ജയ ജയ മോക്ഷഗാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാത് കാണുന്നതിനരുതാതൊരു പാദാംബുജം നിത്യവും നമസ്തുതേ സകല ജഗൻപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമസ്തുതേ സത്യാജ്ഞാനാനന്ദനാമൃതമേകം നിത്യവും നമസ്തുതേ കരുണാജനനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമസ്തുതേ സജ്ജായതബോധനജ്ഞ യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനം കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനു മാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ന മതിയെ കാണായി വന്നീതെനിക്കു ഭാഗ്യവശാൽ സത്യജിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തഭുക്തധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി സംസാരമയ പരിതപ്ത മാനസന്മാരാം പുംസാം സദ്ഭക്തി ഒഴിഞ്ഞില്ല ഭേദജന്മേതും മരണമോർത്തോ മമ മനസീ പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു മരണകാലേ തവാതരുണാരുണസമ ചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരിക വരന്നാഥ കരുണാകര പോറ്റി ശരണം ദേവ രമണ രാമ രമണ നരവതരാവതേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരജിന്മയ പരവര പരമാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനന്ദനിധി സ്തുതി ചെയ്തോരു നേരം മധുരതരമതി വിസ്മിത വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാദാനന്ദിപ്പോളെല്ലാവരും ഒരുമിച്ചെന്നെ കാണാനിവിടെ കുളറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുവെന്നതു കേട്ടു സരസീരുക ഭവനി വണ്ണമുണർത്തിച്ചു നിന്നിരോടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാലം നാഥ പൗരസ്ത്യതനയനാൻ രാവണൻ തന്നാലിപ്പോൾ ത്രൈലോകം നശിച്ചിതോ മിക്കതും ജഗൽപദേ.
ദത്തവരവലാതർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാമയ്യോ. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവ നേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത് യാത്രയല്ല, യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും അറിഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ, മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപതേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നീനി ഭക്തി ഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരമതിന്നു മധുരിപോ, ചന്തളീരണീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിത്തവന മുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാവാർത്ഥം പുരാ കാശവ പ്രജാപതി. ദത്തമായതുവരം സുപ്രസന്നമായ സത്യം കർത്തുമുദ്യോഗമദ്ദൈവമേ. കശ്യപൻ ദശരഥനാപ്ന കശ്യപൻ ദശരഥനാപ്ന രാജന്യേന്ദ്രനായി അശ്വവീതലേ തിഷ്ടത്യദ്വിധാതാവേ. തൽസ്യ വല്ലഭയാകൂമതിഥി കൗസല്യയും തൽസ്യമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. സിത്സ്വരൂപിണി മമാശക്തിയാം വിശ്വേശ്വരി. യോഗമായ ദേവിയും ജനകാലയെ വന്നു കീയസാത്മജകുലനാശകാരിണിയായി. മേദിനി തന്നീലയോ നിജയായുണ്ടായി വരൂ. മാതിദേവന്മാർ കവിവീരരായി പിറക്കണം. മേദിനി ദേവിക്കതീഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പനെന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയോ അയച്ചോ മറഞ്ഞപ്പോ വേദാവം നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരമാതിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. കേതവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നുവതരിച്ചിടും. വാസരാധീശന്വയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം. മാനിയാൻ ദശാനന ഭൃത്യന്മാരാകും യാതു ദാനവീരന്മാരോടു യുദ്ധം ചെയ്വിതന്നോരോ. കാനനാഗിരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകിടാതെ
സൂത്രമാദികളോടു പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയോ മസ്തസന്താപമതിസസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമാതോ മാനുഷഹരി സമാവേഗമേ വേഗവിക്രമത്തോടെ പർവ്വതവൃക്ഷോപലയോധികളായുന്നത പർവ്വതതുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായ പ്രഭവോ ഈശ്വരന്മാരും ഭുവി സുഖിച്ചു വണാറല്ലോ. അമിത ഗുണവാനാ നൃപതി ദശരഥനമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമര കുലവര തുല്യനാം സത്യപരാക്രമനാം ജഗസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗസല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടു ചേർന്നു മന്ത്രികളുമായി കാര്യകാരങ്ങൾ വിചാരിച്ചു തലമെല്ലാം പരിപാലിക്കും കാലമനവത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജോദയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാലെനിക്കു രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വിരിഞ്ചാതബോധനൻ വശിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണ മനുഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടികർമ്മം. തന്നുടെ ഗുരുവായ വശിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈപണ്ഡവൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായക അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടു പുത്രകാമേഷ്ടികർമ്മം. ഋഷ്യശൃംഖന ചെയ്യപ്പെട്ടോരാകുതിയാലെ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രിയമീപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂവതി പ്രവരനു കൊടുത്തു മറിഞ്ഞിതു താപസജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ ദർശനം പ്രീതിയോടെ. കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി ദാനം തന്നുടെ പാതി കൊടുത്തിടിനാൻ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും
മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറോ ഗർഭവും ധരിച്ചതു മൂവരൂ മധുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളോ മുൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും മുൽപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തത്പ്രജ പ്രണയിനിമാർക്കുള്ള അവരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞേതോ സന്താപം ദിനംതോറും മത്പ്രഭാഷിണിമാർക്കോ വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്തവും സവാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തതോ നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാല മർഭകന്മാരും നാൽവർ പിറന്നാൽ ഉടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനോ അത്യുച്ചസ്ഥനുദയം കർക്കിടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായ മകരൻ രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോ കാണായി കൗസല്യക്കും. സഹസ്രാകിരണന്മാരൊക്കെ ഒരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ പത്രോദ്ഭവന നാരദ സനകാദി സഹസ്രനേത്ര മുഖ വിഭൂതേന്ദ്രന്മാരാലും വന്യമായിരിപ്പോരു നിർമ്മലാമകുടവും സുന്ദരാജികുരവും അളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനവും മാരോഢ്യാംബര പരിശോഭിത ജഗനവും ശംഖുചക്രാബ്ജ ദശോവിധഭൂജനങ്ങളും ശംഖുസന്നിവകളരാജിത കസ്തൂഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരോ പവന ശ്രീവത്സവും. കുണ്ടല മുക്താകാര കാഞ്ചിനുപുരവും പുരമുഖ മണ്ഡലങ്ങളും ഇന്നു മണ്ഡലവദനവും. പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും. മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്നിച്ചു ദരിദ്രരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖുചക്രാബ്ജാധരേ ധര. നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ. നമസ്തേശ്വര ശൗരേ. നമസ്തേ ജഗൽപദേ. നിന്ദിരോ വടിമായ ദേവിയെ കൊണ്ടു ശീഘ്രം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിനീതൻ ഉത്തമന്മാർക്കു പോലും അറിയാൻ വേളയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ
പരമാത്മാവോ പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതാനന്ദനവ്യക്തനവ്യയനേകൻ നിശ്ചലൻ നിരൂപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കന്മഷൻ നിർഗുണൻ മാന്താവാക്യാർത്ഥവേദ്യനാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയാമിനം ഹൃദയ നിലയനൻ അദ്വയനജനമൃതാനന്ദൻ നാരായണൻ വിദ്വാൻമാനസ പത്മമധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദ്യവീരസേവ്യൻ തത്വാർത്ഥബോധാരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടിനൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യ അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിലെങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണാവുന്നു മുക്തയാവെനിക്കിപ്പോ. പാത്രപുത്രാർത്ഥ കുല സംസാര ദുഃഖാബുധവും നിത്യവും നിമക്തയായ അത്യർത്ഥം ഭുജിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ വരത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാണാനും യോഗം വന്നു. തൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണ നിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷ മോഹിപ്പിച്ചിടായകമാം ലക്ഷ്മിവതേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയേണം മറ്റുള്ളവർ കാണും മുമ്പേ. ലാളനാശ്രേഷാദ്യാനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചര അത്താലെ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു. മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാലേതു അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം. ബ്രഹ്മശങ്കര പ്രമുഖമര പ്രവരന്മാർ നിർമ്മല പദങ്ങളാ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കേണം. ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ഉർലവം മർദ്ദശനം മോക്ഷത്തിനായിട്ടുള്ളൂ നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു പോകുന്നാൾ വന്നിടും മോക്ഷമില്ല സംശയമേകും. യാതൊരു മർത്യനിക തമ്മിലെ സംവാദമേ യാതൊരാൾ പഠിക്കാതാൻ കേൾക്കാതാൻ ചെയ്യുന്നതും
സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മസ്മരണയുമുണ്ടാം. ഇത്തരമരു ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരങ്കാലും കയ്യും കുടഞ്ഞു കരയുന്നൻ. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപനര വിഘ്നലോചനൻ മുകുന്ദൻ പരമാനാത്മാ ചന്ദ്രചൂടാരവിന്ന മന്ദിരാവൃന്നാരക. വൃന്ദവർണിതൻ ഭുവേ വന്നവതാരം ചെയ്താൻ നന്ദനുണ്ടായതെന്നാശു കേട്ടോരു ഭക്തി ചന്ദനനത പരമാനന്ദാകുലനായൻ. പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങ ചെയ്താൻ. പുത്രവക്ത്രാബ്ജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേയി സുതൻ പിറ്റേ നാളും. സുമിത്രാതനയന്മാരുണ്ടായി വിരുവരു അമിത്രാതകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും. ചെയ്തിതു സന്തോഷം കൊണ്ട ശത്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഘ വസ്ത്രഗ്രാമാദിപദങ്ങളാൽ പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനം. വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലെ യമിച്ചിടുന്നു നിത്യമാമെന്നോർത്തു വശിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. ഭരത നിപുണനാം കൈകേയിതനയനു രാമന് ഭരതനെന്നു നാമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമമരു ചെയ്തു. ശത്രുവർണ്ണത്തെ ഗണിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും. നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം. ഭൂമി പാലനം ഭാര്യമാരുമായാനെന്നിച്ചാൻ. സാമോദം ബാലക്രീഡ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും ഒരു വീടുന്നു ആശാനുസാരവശാൽ. കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ. കാരുണ്യാമൃതപൂർണ പാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണ്ണ ലാഭപീയൂഷം കൊണ്ടും വിഷമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപദ പ്രദാദേഹമാർദ്ദവം കൊണ്ടും ബന്ധുഗന്ധംബര ചുംബനാരസം കൊണ്ടും ബന്ധുരദന്ത ഗുരസ്പഷ്ടകാസവ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം വേഷ്ടിതങ്ങളെ കൊണ്ടും താതനോ അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. പരദേശാന്തേ സ്വർണാശസ്ത ഭർണാകാരമായി മാലയമണിഞ്ഞതിൽ പറ്റിയിടും കുരുളവും. അഞ്ജനമണിഞ്ഞതീ മഞ്ജുളധരമായ കന്യനേത്രവും കടാക്ഷാവലോകനങ്ങളും. കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണ ദർപ്പണ സമാഗന്ധമണ്ഡലങ്ങളും.
ചാർദൂല നഖങ്ങളും വിദ്രൂമമണിഞ്ഞ മണികളും ചേർത്തുടൻ കർണസ്വര മണികൾ മധ്യേ മധ്യേ